ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മാത്സ്ഡോ. മാത്സ്ഡോയുടെ അടുത്തൊരു മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും സുസ്വാഗതം. അപ്പോൾ SSLC മാത്തമാറ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓണപരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകൾ ഒന്നായിട്ടുള്ള സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും എന്ന ചാപ്റ്ററിന്റെ ഒരു ഫുൾ സ്ട്രെച്ച് റിവിഷൻ ആണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരൊറ്റ ക്ലാസ്സോടെ വളരെ കൃത്യമായിട്ട് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും ഡീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളെ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആസ് എ മാത്തമാറ്റിക്സ് ടീച്ചർ ഞാൻ ഇന്ന് ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം. അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാം. ഈ ചാപ്റ്ററിന്റെ ക്ലാസ് കേൾക്കുന്നതിന് മുന്നേ വെറുതെ ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് ഓഫ് ആക്കണ ക്ലാസ് ആണെങ്കിൽ ഒഴിവാക്കികൾ കാണണമെന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് വളരെ തുച്ഛമായിട്ടുള്ള കുട്ടികൾ കണ്ടാൽ പോലും ആ കുട്ടികൾ വളരെ കൃത്യമായിട്ട് അത് പഠിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് ഈ ക്ലാസ് മാക്സിമം ഒരു അരമണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ തീരും. ഈ ചെറിയ സമയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള നോട്ട് ബുക്ക് ഉണ്ടായിരിക്കണം. നോട്ട് ബുക്കോ അല്ലെങ്കിൽ A4 ഷീറ്റോ ന്യൂസ് പ്രിന്റോ എന്തെങ്കിലും ആയിട്ട് മതി. എന്നിട്ട് ഈ ചാപ്റ്റർ കേൾക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ എന്താടണം, എഴുതിയെടുക്കണം. ഓക്കെ ആണല്ലോ, എഴുതിയെടുക്കണം. എങ്കിൽ മാത്രമേ വളരെ കൃത്യമായിട്ട് ഈ ചാപ്റ്ററിൽ നിന്നുള്ള കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേൾക്കണേ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ പറയണേ. ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ച് കേട്ടോളൂ. ഒരു സർക്കിളിന്റെ ഈ ചുറ്റുള്ള ഭാഗല്ലേ, അതിനെയാണ് പെരിമീറ്റർ അല്ലെങ്കിൽ അതിന്റെ സർക്കുംഫറൻസ് എന്ന് വിളിക്കുക. മലയാളത്തിൽ ചുറ്റളവ് എന്ന് വിളിക്കുക, ചുറ്റുമുള്ള ഭാഗം. അപ്പൊ സാറേ ഉള്ളിലുള്ള ഭാഗം കൂടി നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അതിനെ അതാണ് സർക്കിളിന്റെ ഏരിയ ആയിട്ട് കണക്കാക്കുക, സർക്കിളിന്റെ പരപ്പളവായിട്ട് കണക്കാക്കുക. ഓക്കെ ആണല്ലോ, ഇത്രയും കാര്യം അറിയാം. ഇനി ഞാൻ ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു വൃത്തത്തില് ഞാൻ 2 പോയിന്റ് ഇടുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാനൊരു പോയിന്റ് ഇട്ടു, ആ പോയിന്റിനെ ഞാൻ A എന്ന് വിളിച്ചു. അടുത്തൊരു പോയിന്റ് ഇട്ടു, ആ പോയിന്റിനെ ഞാൻ B എന്ന് വിളിച്ചു. ഓക്കെ ആണല്ലോ. ഇങ്ങനെ 2 പോയിന്റ് ഇടുന്ന സമയത്ത് വൃത്തത്തിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് എന്ന് ഞാൻ പറഞ്ഞ ചുറ്റുള്ള ഭാഗല്ലേ, ഈ ഒരു ഭാഗം രണ്ടായിട്ട് മുറിയും. ഇവിടെ ഒരു ഭാഗവും അതേപോലെ തന്നെ ഇവിടെ ഒരു ഭാഗമായിട്ട് മുറിയും. ഇതിനെയാണ് ഈ പെരിമീറ്റർ മുറിഞ്ഞ് രണ്ടായില്ലേ, ഇതാണ് ഒരു ആർക്ക്. ഇതിനെ വിളിക്കുന്ന പേരാണ് ആർക്ക്. അപ്പൊ ഇതെന്താ, ഇതും ആർക്ക് തന്നെയാണ്. ഓക്കെ ആണല്ലോ, ഇതൊരു ആർക്കാണ്, ഇതൊരു ആർക്കാണ്. പിന്നൊരു കാര്യം, ഈ വലിയ ആർക്കിനെ മേജർ ആർക്കെന്നും ചെറിയ ആർക്കിനെ മൈനർ ആർക്കെന്നും വിളിക്കാറുണ്ട്. മലയാളത്തിൽ പറഞ്ഞാൽ ഇതിനെ ചാപം, ഇതും ചാപം തന്നെയാണ്. പക്ഷേ ഇത് വലിയ ചാപവും ഇത് ചെറിയ ചാപവുമാണ്. ഇനി നിങ്ങൾ കോമ്പസ് കൊണ്ടൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ കിടന്ന് എന്നിട്ട് ഇത് രണ്ടും കൂട്ടിമുണ്ട പോയിന്റ് എന്നൊക്കെ വരക്കണ, മറ്റേ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഒക്കെ വരക്കുക, അതൊക്കെ ഈ ഒരു വൃത്തത്തിന്റെ ഭാഗമാണ്. അത് ഫുള്ളാക്കി കഴിഞ്ഞാൽ ഒരു വൃത്ത കിട്ടുക. അപ്പൊ ആ ഒരു ചെറിയൊരു ഭാഗല്ലേ കർവുള്ള, അതിനെയാണ് ആർക്ക് എന്ന് പറയുന്നത്, ചാപം എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിച്ചോ വളരെ കൃത്യമായിട്ട്. അടുത്തൊരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ സർക്കിളിന്റെ ഉള്ളിൽ ഒരു വര വരയ്ക്കാൻ, എയും ബിയും കണക്ട് ചെയ്ത് ഞാൻ ഒരു വര വരച്ചു. കുഴപ്പമൊന്നുമില്ലല്ലോ. എയും ബിയും കണക്ട് ചെയ്ത് ഞാൻ വരച്ച വര വരയ്ക്കുന്നതോടെ ഈ സർക്കിളിന്റെ ഏരിയ പറഞ്ഞതല്ലേ, ഇത് പിന്നെ ഒരു കാര്യം കൂടിട്ടോ, ആർക്ക്. ഇപ്പൊ ഇതൊരു ആർക്കായിട്ട് ഞാൻ പരിഗണിച്ചാൽ അതിന്റെ അൾട്ടർനേറ്റ് ആർക്ക് ഏതാ, ഇതൊരു ആർക്ക്. അപ്പൊ അതിന്റെ അൾട്ടർനേറ്റ് ആർക്ക് ഏതാ, ഇതൊരു ചാപമാണെങ്കിൽ അതിന്റെ മറു ചാപം ഏതാ, ഇതാണ്. ഓപ്പോസിറ്റ് ഉള്ള അറിയാലോ. ഇനി വൃത്തത്തിന്റെ ഏരിയ അല്ലേ, ഈ വര വരയ്ക്കുന്നതോടെ വൃത്തത്തിന്റെ ഏരിയ രണ്ടായിട്ട് മുറിയും. ഇവിടെ ഒരു ഭാഗവും. ഇത് വലിയ ഭാഗമല്ലേ, ആ വലിയ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് വലിയ വൃത്തഖണ്ഡം. എന്താ വിളിക്കുക, വലിയ വൃത്തഖണ്ഡം. അപ്പൊ ഇതെന്തായിരിക്കും എന്നുള്ള ഗസ് ചെയ്തൂടെ, ചെറിയ ഉള്ളിലുള്ള ഞാൻ പറഞ്ഞ അത് ഈ പുറത്തുള്ളത് ആർക്കാണ്, ചാപാണ്. ചെറിയ വൃത്തഖണ്ഡം. മലയാളം മീഡിയത്തിന് പഠിക്കാൻ വളരെ സിമ്പിളാ. കാരണം എന്താ അറിയോ, വലിയ ഭാഗത്തിന് ഒരു സർക്കിളിന്റെ ഇതൊരു മീനാണ്, എഴുതിക്കോ, മീന്. ഈ മീനെ 2 കണ്ടാക്കി ഇവിടെ നിന്ന് മുറിച്ചു. ഇപ്പൊ ഇത് ചെറിയൊരു കണ്ടോ, അത് വലിയൊരു കണ്ടായി. അപ്പൊ ഇതിന് ചെറിയ കണ്ടെന്നും ഇതിനെ വലിയ കണ്ടെന്നും വിളിച്ചു. അതേപോലെ തന്നെയാണ് വൃത്തത്തിനെ വലിയൊരു ഭാഗവും ചെറിയൊരു ഭാഗമായിട്ട് മുറിച്ചു. വലിയ ഭാഗത്തിന് വലിയ കണ്ടെന്ന് വിളിക്കും. വൃത്തത്തിന്റെ കണ്ടായതുകൊണ്ട് വലിയ വൃത്ത കണ്ടെന്ന് വിളിക്കും. കണ്ടം എന്ന് പറഞ്ഞാൽ മലപ്പുറം ഭാഷയിൽ കഷ്ണം എന്നാണ്. അപ്പൊ അങ്ങനെ പഠിച്ചാൽ മതി. ഇപ്പൊ ഗണ്ഡം എന്ന് പറഞ്ഞാൽ കണ്ടം എന്ന് പറഞ്ഞാൽ കഷ്ണം. ഒരു വെട്ടി 2 കണ്ടായി, വലിയ കണ്ടം, ചെറിയ കണ്ടം. സോ വലിയ വൃത്തഖണ്ഡം, ചെറിയ വൃത്തഖണ്ഡം. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇംഗ്ലീഷ് മീഡിയം ആണ്. ഒരു വര വരച്ചതോടെ ഈ സർക്കിൾ 2 സെഗ്മെന്റ് ആയിട്ട് മാറി. ഇതാണ് വലിയ സെഗ്മെന്റിനെ വിളിക്കുന്ന പേരാണ് മേജർ സെഗ്മെന്റ്. അപ്പൊ ചെറിയ സെഗ്മെന്റിന് എന്താ വിളിക്കുക,
മൈനർ സെഗ്മെന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ചാപ്റ്ററിലേക്ക് കടക്കാം. പിന്നെ ഒരു സർക്കിളിന്റെ ഏരിയ πr² ആണെന്നും ഒരു സർക്കിളിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് 2πr ആണെന്നും അറിയുന്ന കുട്ടികളായിരിക്കും ഈ ക്ലാസ് കാണുന്നത് വിചാരിക്കണം. ഇത്രയും പറഞ്ഞതിന് ശേഷം ഞാൻ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ചാപ്റ്റർ തുടങ്ങുന്നത് ചിലപ്പോൾ ഞാൻ ആദ്യം പറയാം, ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ഹെഡിങ്സ് അല്ല ഞാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പഠിക്കേണ്ട കണ്ടന്റ് വളരെ വൃത്തിയായിട്ട് നല്ല കിഡിലൻ ബോക്സുകളിലാക്കി ഞാൻ തന്നിട്ടുണ്ട്. മലയാളം മീഡിയം ഉണ്ട്, ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലാവുണ്ടെങ്കിൽ മാത്രം അയച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു നിർബന്ധമില്ല. 10 കുട്ടികളാണ് ഈ ക്ലാസ് കണ്ടിരിക്കുന്നത്, ആ 10 കുട്ടികൾക്ക് മനസ്സിലാവില്ല എന്നുള്ളത് മാത്രമാണ് എൻ്റെ കൺസേൺ. അപ്പൊ ആദ്യം പറയാം, നമ്മൾ കഴിഞ്ഞ വർഷം കുട്ടികൾ, ഞാൻ നിങ്ങളെ ചടപ്പിക്കല്ല കേട്ടോ, നമ്മൾ കഴിഞ്ഞ വർഷം കുട്ടികൾക്ക് ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഏകദേശം 5000-ഓളം കുട്ടികളാണ് ഒരേ സമയം ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ 4-4.5 ലക്ഷത്തോളം കുട്ടികൾ നമ്മുടെ ക്ലാസ്സസ് കണ്ട് പരീക്ഷ എഴുതിയിട്ടുണ്ട്. പല ക്ലാസ്സുകളിലായിട്ട്, മാത്സ് മാത്രമല്ല എല്ലാ വിഷയവും ഉണ്ട്. ചാനലൊന്ന് കയറി വെക്കിയാൽ മതി. അപ്പോൾ ഈ വർഷം നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ നിങ്ങളെ ഫീഡ്ബാക്ക് അനുസരിച്ച് നിങ്ങളൊരു ലെവൽ ഓഫ് പരിപാടി നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ, പറയണ മനസ്സിലാവുണ്ടോ എന്നുള്ളതിനനുസരിച്ചൊക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സസ് ഇടുക. അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് കുട്ടികൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത ക്ലാസ്സസിൽ ആ ഒരു രീതി എടുക്കുകയുള്ളൂ. വേറെ രീതിയിൽ ക്ലാസ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കും. നിങ്ങൾക്ക് ഇനി ക്ലാസ്സിൽ ഡൗട്ട് ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അതിന് ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം. മാത്സിലോ ഒരു ഫ്രീ വാട്സപ്പ് കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ ഏകദേശം ഒരു 400-450 കുട്ടികൾ അടുത്തായിട്ടുണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പൊ ഇത്രയും കുട്ടികൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസും അവൈലബിൾ ആയിരിക്കും. പിന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ 1025 മെമ്പേഴ്സേ പറ്റുള്ളൂ. അപ്പൊ ഇനി കുറച്ച് കുട്ടികളും കൂടി ഫില്ല് ആവാനുള്ളൂ. വേണമെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കാം, ആവശ്യമുള്ള ആൾക്കാർ കയറിക്കോളും. നിങ്ങൾക്ക് എന്ത് ഡൗട്ടും ചോദിക്കാം, ടീച്ചേഴ്സിനോട് പേഴ്സണലായിട്ടോ ഗ്രൂപ്പിലോ ചോദിക്കാം, അത് അപ്പൊ ക്ലിയർ ചെയ്ത് തരും. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വിത്തിൻ 24 hour ആ ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. വിത്ത് നോ കോസ്റ്റ്, ഫ്രീ ആണ്. വേണമെങ്കിൽ കയറിക്കോളൂ. ഇനി ഏതായാലും തുടങ്ങാം. ശ്രദ്ധിച്ച് കേൾക്കണേ. ഇവിടെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഇതൊരു സർക്കിളാണ്. ഈ വരക്കണ വരല്ലേ, ഈ വരക്കണ വരനെ വിളിക്കണ പേരെന്താ അറിയോ? ഈ വരക്കണ വരനെ വിളിക്കുന്ന പേരാണ് കോഡ് അല്ലെങ്കിൽ ഞാൻ. എന്താണ് കോഡ് അല്ലെങ്കിൽ എന്താണ് ഞാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട് ഒന്നും കൂടാതെ ഞാൻ പറയും. ഞാൻ വൃത്തത്തിൽ ഏതെങ്കിലും 2 പോയിന്റുകളെ കണക്ട് ചെയ്തൊരു വര വരച്ചാൽ ആ വരയെ ഞാനെന്ന് വിളിക്കും. അവരെ ഞാൻ എന്ത് വിളിക്കും? ഞാനെന്ന് വിളിക്കും. ഞാൻ എന്ന വൃത്തത്തിൽ ഏതെങ്കിലും 2 പോയിന്റിനെ കണക്ട് ചെയ്തൊരു വര വരക്കുക, അത്രേ ഉള്ളൂ. ഇംഗ്ലീഷ് മീഡിയം സർക്കിളിന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും 2 പോയിന്റുകളെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണ് കോഡ്. ഓക്കെ ആണല്ലോ? സോ അറിയാന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇവിടെ ഒരു കോഡ് കണ്ടോ? ഈ കോഡ് വരച്ചതോടെ ഇവിടെ ചെറിയ സെഗ്മെന്റും വലിയൊരു സെഗ്മെന്റും ഉണ്ടായില്ലേ? വലിയൊരു ആർക്കും ചെറിയൊരു ആർക്കും ഉണ്ടായില്ലേ? ഈ ആർക്കിന്റെ അൾട്ടർനേറ്റ് ആർക്കല്ലേ ഇത് ചാപം, ഇത് മറുചാപം. ഇതൊക്കെ ഓക്കെ ആണല്ലോ? ഇനി ഈ പോയിന്റ് ശ്രദ്ധിച്ചോ. The angle on an arc is half of the central angle of the alternate arc. വളരെ കൃത്യമായിട്ട് ഒരു വൃത്തത്തിലെ ചാപത്തിലെ കോൺ മറുചാപത്തിന്റെ കേന്ദ്ര കോണിന്റെ പകുതിയാണ്. എന്താന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. വളരെ സിമ്പിൾ ആയിട്ടൊരു പോയിന്റ് നോക്കിക്കോ. ഇവിടെയാണ് ഒരു വര വരച്ച് കോഡാണല്ലേ അത്. അപ്പൊ ഇവിടെ ചെറിയൊരു ആർക്ക് ഉണ്ടായി, ഇവിടെ വലിയൊരു ആർക്ക് ഉണ്ടായി. ഇനി ഞാൻ ഈ ആർക്കിലേക്ക്, വലിയ ആർക്കിലേക്ക് ഒരു ആംഗിൾ ഇടുകയാണ്. ഈ ആംഗിൾ എപ്പോഴും എത്ര ആയിരിക്കും എന്നറിയോ? ഈ ആർക്കിന്റെ അൾട്ടർനേറ്റ് ആർക്ക് ഇല്ലേ, ഇതല്ലേ അത് അൾട്ടർനേറ്റ് ആർക്ക്. ഈ അൾട്ടർനേറ്റ് ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആയിരിക്കും. ഈ അൾട്ടർനേറ്റ് ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും. ഈ അൾട്ടർനേറ്റ് ആർക്കിന്റെ ഒരറ്റം എ ഒരറ്റം ബി, ഇതിൽ നിന്ന് സെൻട്രലിലേക്ക് വരയ്ക്കുന്ന ആംഗിൾ ആണ് സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ. അപ്പോൾ ഞാൻ പറയാണ് ഈ സെൻട്രൽ ആംഗിൾ 100 ഡിഗ്രി ആണെന്ന് കരുതിക്കോ. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ മേജർ ആർക്കിൽ വരുന്ന ഈ ഒരു ആംഗിൾ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും എന്നറിയോ? 100ന്റെ പകുതി ആയിരിക്കും, 50 ഡിഗ്രി ആയിരിക്കും. പറയുന്ന കാര്യം ഒരു ഒറ്റ വട്ടം കൂടി ശ്രദ്ധിച്ച് കേട്ടോ. മനസ്സിലാവണില്ലെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിച്ചോ. ഇത്രേ ഉള്ളൂ. ഞാനൊരു കോഡ് വരച്ചു. ഒരു കോഡ് വരച്ചപ്പോൾ 2 പോയിന്റ് എ ബി, ഇവിടെ ഒരു ആർക്ക് ഉണ്ടായി എ പി ബി, ഇവിടെ ഒരു ആർക്ക് ഉണ്ടായി എ ക്യു ബി. 2 ആർക്ക് ഉണ്ട്. ഇതൊരു മേജർ ആർക്ക്, ഇതൊരു മൈനർ ആർക്ക്, അല്ലെങ്കിൽ ഇതൊരു ആർക്ക്, ഇതിന്റെ ഓപ്പോസിറ്റിൽ ആർക്ക്, അൾട്ടർനേറ്റ് ആർക്ക്. ഇനി ഈ ആർക്കിലേക്ക് ഞാനൊരു ആംഗിൾ വരച്ചു എ പി ബി. ഈ ആംഗിൾ എപ്പോഴും ഇതിന്റെ ഓപ്പോസിറ്റ് ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും. ദാറ്റ് മീൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, സെൻട്രൽ ആംഗിൾ ഒരു 100 ആണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കറക്റ്റ് പറഞ്ഞെന്ന്, സെൻട്രൽ ആംഗിൾ എക്സ് ആണെങ്കിൽ മേജർ ആർക്കിലെ ആംഗിൾ അതിന്റെ പകുതി ആയിരിക്കും, x/2 ആയിരിക്കും. വളരെ കൃത്യമാണ്, ശ്രദ്ധിച്ചു. ഇത്രേ ഉള്ളൂ. ഇനി വേറെ രീതിയിലും പറയാറുണ്ട്. ഒരു ആർക്ക് വരയ്ക്കുന്നു, ഇത് മൈനർ സെഗ്മെന്റ്, ഇത് മേജർ സെഗ്മെന്റ്. മേജർ സെഗ്മെന്റിലെ ആംഗിൾ എപ്പോഴും സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും. അത്ര പഠിച്ചാൽ മതി. സെൻട്രൽ എന്ത് കൊടുത്താലും അതിന്റെ പകുതി ആയിക്കാരം ഇവിടെ വരിക. സെൻട്രൽ 1000 കൊടുത്താൽ ഇവിടെ 500 ആയിക്കാരെന്ന് മനസ്സിലാക്കുക. 1000-500 ഒന്നും വരില്ല കേട്ടോ. അപ്പോ
അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ മൈനർ ആർക്ക് കണ്ടല്ലോ, ഇതിന്റെ സെൻട്രൽ ആംഗിൾ ആണ്, സെൻട്രലുള്ള ആംഗിൾ ആണ് സെൻട്രൽ ആംഗിൾ. സെൻട്രൽ ആംഗിൾ ഞാൻ പറയാണ് 100 പറയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മേജർ ആർക്ക് ഇതാണല്ലോ, വലിയ ആർക്ക്. ആ ആർക്കിലുള്ള ആംഗിൾസ് ഒക്കെ അതിന്റെ പകുതി ആയിരിക്കും. ഇവിടെ എത്രയായിരിക്കും? 100ന്റെ പകുതി 50. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? ഇതും ആ ആർക്കത്തെ ആംഗിൾ അല്ലേ, അതും 50 അല്ലേ വരിക. അഥവാ ഒരേ ആർക്കിൽ ഇതാ എ മുതൽ ഇങ്ങനെ പോയിട്ടുള്ള ഈ ആർക്ക് കണ്ടോ, ഈ ആർക്കത്തെ ആംഗിൾസ് അല്ലേ ഇതും ഇതും. അപ്പൊ ഈ രണ്ട് ആംഗിളും എന്താണ്? ഈക്വൽ അല്ലേ. സോ ഒരേ ആർക്കിലെ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഒരേ ആർക്കിലെ ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആൻഡ് ഒരു കാര്യം കൂടി, ഇനി ഇവിടെ വലിയൊരു ആർക്ക് ഉണ്ടല്ലേ, ഇവിടുത്തെ ആംഗിൾ 50 അല്ലേ, ആണോ അല്ലേ. ഇവിടെ ചെറിയൊരു ആംഗിൾ ഉണ്ടോ, ചെറിയൊരു ആർക്ക് ഉണ്ടോ. ഈ ആർക്കത്തെ ആംഗിൾ എത്രയ്ക്കാരെന്നറിയോ? ചെറിയ ആർക്കത്തെ ആംഗിൾ എത്രയ്ക്കാരെന്നറിയോ? ഒരു കാര്യം പഠിച്ചില്ലേ, ഓപ്പോസിറ്റ് ആർക്കത്തെ ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കും. എന്താ സപ്ലിമെന്ററി എന്ന് പറഞ്ഞുതരാം. ഞാനും ഞാനും ജാനിയനും കൂടി ബിരിയാണി തിന്നാൻ പോയി. ഓക്കെ ആണല്ലോ. ബിരിയാണി തിന്നാൻ പോയ സമയത്ത് ഒരു ബിരിയാണിക്ക് 90 റുപ്യാണ്. ടോട്ടൽ രണ്ടാളും കൂടി തിന്നപ്പോ 180 റുപ്യ ബില്ലായി. എത്ര റുപ്യ ബില്ലായി? 180 റുപ്യ ബില്ലായി. ഇഞ്ച കയ്യിൽ 150 റുപ്യ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇഞ്ച അനിയൻ എത്ര റുപ്യ ഇടണം? 30 റുപ്യ ഇട്ടാ പോരെ, ആണോ അല്ലേ. ആ ഒരു ഹോട്ടലിൽ നിന്ന് പാത്രം മോറാൻ അവസരമില്ലാതെ വളരെ കൃത്യമായിട്ട് മാന്യമായിട്ട് ഇറങ്ങി പോരണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ 180 റുപ്യ ബില്ലയക്കണം. ഇഞ്ച കയ്യിൽ 150 റുപ്യ ഉണ്ട്. ഇഞ്ച അനിയന്റെ കയ്യിൽ അപ്പൊ എത്ര റുപ്യ വേണം? 30 റുപ്യ വേണം. എന്നാലല്ലേ 150 30 ടോട്ടൽ ബില്ല് 180 ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്നെയും എൻ്റെ അനിയനെയും സപ്ലിമെന്ററി എന്ന് പറയാം. എന്നെയും എൻ്റെ അനിയനെയും അനുപൂരകമാണെന്ന് പറയാം. ഞങ്ങൾ രണ്ടാളും കൂടി കൂട്ടിയ 180 അല്ലേ. ഓന്റെ അടുത്ത് കുറച്ച് പൈസ ഉള്ളൂ എന്നുള്ള എന്തെങ്കിലും ഒരു പുച്ഛം ഞാൻ അവനോട് കാണിച്ചോ? ഇല്ല. ഞാൻ കൂടുതൽ പൈസ ഉണ്ട് എന്നുള്ളൊരു ധിക്കാരം ഞാൻ എടുക്കും. പക്ഷെ എന്നാലും അവിടെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല അത്. അപ്പൊ 150 റുപ്യ ഞാനും ഇട്ടു, അനിയൻ 30 റുപ്യ ഇട്ടു. ടോട്ടൽ എത്ര റുപ്യ ബില്ലായി? 180 റുപ്യ ബില്ലായി. ഈ ഒരു ഐഡിയ ആംഗിളിന്റെ കാര്യത്തിൽ ഇട്ടാൽ മതി. രണ്ട് ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ് കിട്ടണമെങ്കിൽ ആ രണ്ട് ആംഗിളിനെ വിളിക്കുന്ന പേരാണ് അനുപൂരക കോണുകൾ അല്ലെങ്കിൽ സപ്ലിമെന്ററി ആംഗിൾസ്. എന്താണ്? സപ്ലിമെന്ററി ആംഗിൾസ്. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് ആർക്കുള്ളതാ. ഇത് മേജർ ആർക്ക്, ഇത് മൈനർ ആർക്ക്. ഇവിടെ ഉള്ള രണ്ട് ആംഗിളുകളിലെ ഓപ്പോസിറ്റ് ആർക്കുള്ള ആംഗിൾസ്, ഈ ആംഗിൾസ് രണ്ടും കൂടി സപ്ലിമെന്ററി ആയിരിക്കും. അഥവാ ഇവർ രണ്ടാടും കൂട്ടിയ 180 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇവിടെ 50 ആണെങ്കിൽ ഇത് എത്ര ഇക്കാരം എന്നുള്ളത്? വളരെ കൃത്യമായിട്ട് എന്താട്ടിയാൽ മതി അറിയോ? 180 നിന്ന് 50 കുറച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കിട്ടും 130 ഡിഗ്രി. കാരണം 50ഉം 130 കൂടി കൂട്ടിയാൽ 180 അല്ലേ, ആണോ അല്ലേ. രണ്ടാൾ ബിരിയാണി തിന്നാൻ പോയ കഥ ആലോചിച്ചാൽ മതി. ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇവനും ബിരിയാണി തിന്നാൻ പോയി. ഇവൻ 50 റുപ്യ ഇട്ടു, ഇവൻ എത്ര റുപ്യ ഇടേണ്ടി വരും? ബിരിയാണിക്ക് ബില്ല് 180. എപ്പോഴും 180 കേട്ടോ, ബിരിയാണിക്ക് വില കൂട്ടിയിട്ടില്ല. ഇനി ഒരു ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങളെ കയ്യില് പ്രൊട്ടാക്ടർ എന്നൊരു സാധനം ഉണ്ടോ? പ്രൊട്ടാക്ടർ. ഈ പ്രൊട്ടാക്ടറിൽ നിങ്ങൾ രണ്ട് ട്രാക്ക് ഉണ്ടാവും. 0 തുടങ്ങുന്ന ട്രാക്കും ഉണ്ടാവും, ഇവിടുന്ന് 0 തുടങ്ങുന്ന ട്രാക്ക് ഉണ്ടാവും, ഇവിടുന്ന് 0 തുടങ്ങുന്ന ട്രാക്ക് ഉണ്ടാവും. രണ്ട് ട്രാക്ക് ഉണ്ടാവും. വെറുതെ പോയിങ്ങാണ്ട് പ്രൊട്ടാക്ടറിൽ 50 ഡിഗ്രിന്റെ ഒപ്പം ആരാ നോക്കിയാൽ മതി. അപ്പൊ ഉണ്ടാവും ഒപ്പം ഇങ്ങനെ നിൽക്കണം 130. പ്രൊട്ടാക്ടറിൽ ഒപ്പം രണ്ട് ആംഗിളുകൾ കാണുങ്ങൾ നോക്കിയാൽ മതി. 0ന്റെ ഒപ്പം തന്നെ 180 ഉണ്ടാവും. അതേപോലെ 10ന്റെ ഒപ്പം 170 ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. 50 ഡിഗ്രിന്റെ ഒപ്പം ആരുണ്ടാവും അറിയാം? അവന്റെ ഒപ്പം ബിരിയാണി തിന്നാൻ പോയ ആളെ കിട്ടും 130 ഏകാരം. ഓല രണ്ടാളെയും കൂട്ടിയ 180 ഏകാരം. അങ്ങനെയാണെങ്കിൽ ഓല രണ്ടാളെയും വിളിക്കുന്ന പേരാണ് സപ്ലിമെന്ററി, അനുപൂരകം. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പോ ഒരേ ആർക്കത്തെ ആംഗിൾസ് ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് ആർക്കത്തെ ആംഗിൾസ് സപ്ലിമെന്ററി ആണ്. രണ്ടും കൂടി കൂട്ടിയ 180. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അടുത്ത പോയിന്റ്. പിന്നെ ഇവിടെ ചില ആൾക്കാർക്ക് ഇവിടെ ഒരു വര വരച്ച എല്ലാവർക്കും മനസ്സിലാവും. ഇവിടെയാണ് ചെറുത്, ഇവിടെയാണ് വലുത് എന്നുള്ളത്. ഈ വരല്ലെങ്കിലും മനസ്സിലാക്കണം. എന്താ? സിമ്പിൾ അല്ലേ. ഇപ്പൊ ഫോർ എൻ എക്സാമ്പിൾ ഞാൻ ഇതിന് പേരൊക്കെ കൊടുക്കാം. ഇതിനെ സി എന്ന് വിളിച്ചു, ഇതിനെ ഡി എന്ന് വിളിച്ചു, ഇതിനെ ഇ എന്ന് വിളിച്ചു. ഇനി ഇവിടെ നിങ്ങൾ ഒരു ആർക്ക് കണ്ടോ? AEB. ഇത് ചെറിയ ആർക്കാ, ഇത് അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കാ, വലിയ ആർക്കാ, ആണോ അല്ലേ. ഇനി ശ്രദ്ധിച്ച് കേൾക്കണേ. ഇപ്പൊ ഞാൻ പറയാണ് സെൻട്രൽ ആംഗിൾ. ശ്രദ്ധിച്ച് കേട്ടോ. സെൻട്രൽ ആംഗിൾ ഞാൻ പറയാണ് 80 ഡിഗ്രിയാണ്. സെൻട്രൽ ആംഗിൾ എത്രയാണ്? 80. ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്ര വരിക? 80ന്റെ പകുതി 40. ഇപ്പൊ ഇവിടെ 40. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഒരേ സെഗ്മെന്റത്തെ ആംഗിൾസ്, ഒരേ ആർക്കത്തെ ആംഗിൾസ് സെയിമാ. ഇനി ഓപ്പോസിറ്റ് ആർക്കിൽ എത്ര വരിക? ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ എത്ര ഏകാരം? ഓപ്പോസിറ്റ് അല്ലേ. ഇത് എങ്ങനെ ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാവുക? ABM ഉണ്ടാകുന്ന രണ്ട് ആർക്ക്, ഇതാണ് വലിയ ആർക്ക്, ഇതാണ് ചെറിയ ആർക്ക്. ഇത് വലിയ ആർക്കത്തെ ആംഗിൾസ്, ഇത് ചെറിയ ആർക്കത്തെ ആംഗിൾ. ഇപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടണം. ഇതാണ് കണ്ടീഷൻ. അപ്പൊ ഇവിടെ എത്ര ആയിരിക്കും വരിക? 180 നിന്ന് 40 കുറച്ചാൽ പോരെ. ഇപ്പൊ 140 കിട്ടും. പിന്നെ നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു കാര്യം അറിയാത്തല്ല, അറിയേ കാര്യം. എന്നാലും ഒരു കാര്യം ശ്രദ്ധിച്ചോ.
എവിടെ ഇപ്പൊ പറഞ്ഞേര്? ഇവിടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ, ശ്രദ്ധിച്ചു കേൾക്കണേ. ഇവിടെ ഒരു ഐഡിയ ആണ് പറഞ്ഞുതരാൻ പോണത്, ശ്രദ്ധിച്ചു കേട്ടോ. സെന്റർ ഇതാണല്ലോ, സെന്ററിൽ ഇവിടെ ഉള്ള ആംഗിൾ 80 ആണല്ലോ, ഉറപ്പല്ലേ? ആ 80ന്റെ പകുതിയാണല്ലോ ഇവിടെ 40. ഓക്കെ ആണല്ലോ? ഇതിപ്പോ മൈൻഡ് ചെയ്യണ്ട, നടക്കട്ടെ. ഒരു കാര്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേട്ടോ. സെൻട്രലുള്ള ആംഗിൾ ടോട്ടൽ ഇതല്ലേ, ടോട്ടൽ സെൻട്രൽ ആംഗിൾ പറഞ്ഞാൽ ഒരു സർക്കിളിന്റെ ടോട്ടൽ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും എപ്പോഴും. നമ്മളെ തല 150 ഡിഗ്രി തിരിയുള്ളൂ, ഇവിടെ നിന്ന് ഇവിടം വരെ തിരിയുള്ളൂ. ഫുള്ള് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിയാൻ നമ്മളുണ്ടാവില്ല, ആണോ അല്ലേ? ടോട്ടൽ തിരിഞ്ഞു കഴിഞ്ഞാൽ 360 ഡിഗ്രിയാണ് തിരിയുക, അത് തിരിഞ്ഞാൽ പിന്നെ നമ്മളെ ബാക്കി ഉണ്ടാവില്ല. ഓക്കെ ആണ്, എടുത്തു വെക്കേണ്ടി വരും. മറ്റേ മോഹിനിയാട്ടം സിനിമയിൽ സുരാജിന്റെ ഒരു സീനുണ്ട്, അത് നോക്കിയാൽ മതി. മൂപ്പര 180 ഡിഗ്രിനെക്കാട്ടും മേലൊക്കെ തിരിച്ചപ്പോഴാണ് മൂപ്പര ജീവൻ പോയത്. അപ്പൊ ആ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ എത്രയായിരിക്കും വരിക? അപ്പൊ ഇവിടെ എത്രയായിരിക്കും വരിക? ടോട്ടൽ 360 അല്ലേ? ഒരു ആംഗിൾ 80 ആണെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 280 അല്ലേ ഇവിടെ വരേണ്ടത്? ഇവിടെ 280 വന്നു. അങ്ങനെയാണെങ്കിൽ പറയാൻ പറ്റുമോ? 80ന്റെ പകുതി ഇവിടെ 40, 280ന്റെ പകുതിയല്ലേ ഇവിടെ വരിക? 140. ഒന്ന് ആലോചിച്ച് നോക്കി വളരെ കൃത്യമായിട്ട്. ഈ രണ്ട് ആംഗിൾ കൂട്ടിയാൽ 360. ഓക്കെ ആണല്ലോ? ഇനി ഇതിന്റെ പകുതി ആയിരിക്കും ഇവിടെ വരിക, അതേപോലെ തന്നെ ഇതിന്റെ പകുതി ആയിരിക്കും ഇവിടെ വരിക. ഇനി സെൻട്രൽ ആംഗിൾ രണ്ടും കൂട്ടിയാൽ 360 അല്ലേ? ഇതിന്റെ പകുതിയാണ് ഇവിടെ, ഇതിന്റെ പകുതിയാണ് ഇവിടെ. അപ്പൊ പകുതികൾ കൂട്ടിയപ്പോ എത്ര വരിക? 180. ഇത്രയുള്ള കണ്ടീഷൻ. ഇപ്പൊ ഇവിടെ ഇതിന്റെ ആംഗിളിന്റെ പകുതിയേക്കാരം ഇവിടെ, ഇവിടെ ഈ ആംഗിളിന്റെ പകുതിയേക്കാരം ഇവിടെ. ഇത് ആലോചിച്ചാൽ മതി. ഇത് രണ്ടും കൂട്ടിയ 360, ഇത് രണ്ടും കൂട്ടിയ 180. പകുതി പകുതി, ആണോ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ, കുട്ടികൾ മനസ്സിലുണ്ടായാൽ മതി, അത്രേ ഉള്ളൂ. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ, ഞാൻ വളരെ കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. ഞാനൊരു വൃത്തം വരച്ചു. ഒരു വൃത്തത്തിൽ കുറെ കോഡുകൾ വരക്കല്ലേ, അപ്പൊ ഇതൊക്കെ കോഡാണ്. ഈ കോഡൊക്കെ വരക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കോഡുകൾ സെന്ററിനോട് അടുത്ത് വരുന്തോറും വലിപ്പം കൂടിക്കൂടി വരും. സെന്ററിന് അകന്നു പോകുന്തോറും കോഡിന്റെ വലിപ്പം, ഇതാ ഒരു കോഡ് വരച്ചു, അതിനേക്കാൾ ചെറുതാണിത്, ഇത് ചെറുതാണ്, ഇത് ചെറുതാണ്, അങ്ങനെ ചെറുതായി വരിക. സെന്ററിനോട് ഏറ്റവും അടുക്കും തോറും വലിപ്പം അങ്ങനെ കൂടിക്കൂടി വരും, ആണോ അല്ലേ? എന്നാ അങ്ങനെയാണെങ്കിൽ ഒരു സർക്കിളിന്റെ ഉള്ളിൽ വരക്കാൻ പറഞ്ഞാൽ ഏറ്റവും വലിയ കോഡ് ഏതാ അറിയോ? ഏറ്റവും വലിയ ഞാൻ പറഞ്ഞുതരാം, അത് അതിന്റെ വ്യാസമാണ്, ഡയമീറ്റർ ആണ്. ഡയമീറ്റർ ആണ് ഈ സർക്കിളിന്റെ സെന്ററിനോട് ഏറ്റവും അടുത്ത് കൂടെ പോണത്. ഇതിനെക്കാട്ടിലും അടുത്തുള്ള ഒരു വരച്ച് വരക്കാൻ വയ്ക്കൂല, ഇതിനെക്കാട്ടിലും നീളമുള്ള ഒരു വര ഇതിന്റെ ഉള്ളിൽ വരക്കാനും പറ്റൂല. വേറെ വരക്കട്ടെ, അങ്ങനെ കുറെ ഡയമീറ്റർ ഉണ്ട്, അതൊക്കെ വരക്കാം. അല്ലാതെ വേറെ വര, ഡയമീറ്റർ അല്ലാതെ വേറെ വരക്കാൻ പറ്റില്ല. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ, ഒരു ഡയമീറ്റർ വരക്കുന്നതോടെ ഇത് കറക്റ്റ് പകുതി പകുതി ആയിക്കല്ലേ, വലുത് ചെറുതൊന്നുമില്ലല്ലോ. അങ്ങനെ പകുതി പകുതി ആയാലും അതിനെ വിളിക്കുന്ന പേരാണ് എന്താ വിളിക്കുക? എന്താ ഹെഡിങ് നോക്കിയാൽ മതി. എന്താ വിളിക്കുക എന്നുള്ള ഹെഡിങ് നോക്കിയാൽ ഇതാ, ഇതാണ് വിളിക്കുക. അതിനെ വിളിക്കുന്ന പേരാണ് സെമി സർക്കിൾ അല്ലെങ്കിൽ അർദ്ധവൃത്തം. ഓക്കെ ആണല്ലോ? ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. അർദ്ധവൃത്തത്തിൽ ഞാനൊരു ആംഗിൾ വരക്കുകയാണ്, അർദ്ധവൃത്തത്തിൽ ഞാനൊരു ആംഗിൾ വരക്കുകയാണ്. സെമി സർക്കിളിൽ ഞാനൊരു ആംഗിൾ വരച്ചാൽ മക്കളെ എപ്പോഴും ശ്രദ്ധിച്ചോളിയും, അത് 90 ഡിഗ്രി ആയിരിക്കും. അത് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ടറിയോ? എന്തുകൊണ്ടാണെന്നും പഠിപ്പിച്ചു തരാം, ശ്രദ്ധിച്ചു കേട്ടോ. ഒരു സെമി സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ എത്ര വരിക? കറക്റ്റ് ലൈൻ അല്ലേ? കറക്റ്റ് ലൈൻ ആണെങ്കിൽ ഇത് 180 അല്ലേ? സെൻട്രൽ ആംഗിളിന്റെ പകുതി അല്ലേ സർക്കിളുമേ വരിക? അപ്പൊ എത്ര വരും? 90. ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞാണി, ഇവിടെ എത്രയായിരിക്കും? സെമി സർക്കിളിൽ ഏതൊരു ആംഗിൾ കണ്ടാലും അത് 90 ആണ്, ഇവിടെ 90 ആണ്. അപ്പൊ ഓപ്പോസിറ്റോ സാറേ? മേലെ സെമി സർക്കിൾ ആണെങ്കിൽ താഴെ സെമി സർക്കിൾ തന്നെയാണ്, ആണോ അല്ലേ? സോ 90. ഓക്കെ അല്ലേ? സോ ദെൻ ഇത് ക്ലിയർ ആയിട്ട് കിട്ടിയാൽ ഇനി ഓപ്പോസിറ്റ് സെഗ്മെന്റ് ആംഗിൾസ് കൂട്ടിയൊക്കെ ഇത് രണ്ടും കൂട്ടിയ 180 കാരം വരിക. ഓക്കെ ആണല്ലോ? സോ അതാണ് ഇവിടെ പറയണത്, അർദ്ധവൃത്തത്തിലെ കോൺ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. എന്നാ അങ്ങനെയാണെങ്കിൽ ഈ ചിത്രം നോക്കി നോക്കി. ഈ ചിത്രത്തിൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇതൊരു സെമി സർക്കിളാണ്, സെന്റർ കൂടെ ഇതൊരു സെമി സർക്കിളാണ്. ഞാൻ ഓരോ ആംഗിൾസ് പറഞ്ഞുതരാം, അത് എത്രയെന്നുള്ളത് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കിട്ടോ. ഇത് ഞാൻ പറഞ്ഞുതരാമാണെങ്കിൽ ഇത് 90 അല്ലേ? കാരണം ഇത് സെമി സർക്കിളുമ്പോ തട്ടിയുള്ള ആംഗിൾ അല്ലേ? ആണോ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ ചോദ്യം? ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇതൊരു ആംഗിൾ 90 ആണ് എഴുതിക്കോ. അല്ലെങ്കിൽ കണ്ടതാ, ഇപ്പൊ ഇതൊരു ആംഗിളാണ്, ഇതൊരു ആംഗിളാണ്, അത് കണ്ടതാ, ഇങ്ങനെ കാണണ്ടല്ലോ. ഇതൊരു ആംഗിളാണ്. ഈ ആംഗിൾ കൂടുകയാണോ കുറയാണോ എന്ന് പറയണേ. ഇപ്പൊ ആംഗിൾ കൂടുകയാണോ കുറയാണോ? കൂടുകയാണ്. ആംഗിൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും ലൈനിന്റെ ലെങ്ത് കൂടുക കുറയുക അതൊന്നും അല്ല നോക്കണ്ടേ. ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിയത്തെ ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പ് കൂടുമ്പോൾ ആംഗിൾ കുറയും, ഗ്യാപ്പ് കുറയുമ്പോൾ ആംഗിൾ കുറയും. ഗ്യാപ്പ് കൂടുമ്പോൾ ആംഗിൾ കൂടി 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 വരും. അധികം കൂടിക്കഴിഞ്ഞാൽ വിരല് പിന്നെ തിരിച്ചെത്തൂല, അതുകൊണ്ട് ഞാൻ കൂട്ടണില്ല. ഇനി ആംഗിൾ കുറയുമ്പോൾ ഇങ്ങനെ കുറഞ്ഞു 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 വന്നു, ആണോ അല്ലേ? അപ്പൊ ആംഗിളിന്റെ മൂർച്ച കൂടുക എന്ന് പറയുമ്പോൾ ആംഗിൾ കുറയാന്നല്ല അർത്ഥം, ഭയങ്കര നേരമായിട്ട് വരും. അങ്ങനെയാണ് ഇങ്ങനെ ചോദ്യം. ഈ പുറത്തത്തെ ആംഗിൾ 90നേക്കാൾ കൂടുതലാണോ വരിക, 90നേക്കാൾ കുറവാണോ വരിക? 90നേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ ഇങ്ങനെ എഴുതണം, ഗ്രേറ്റർ ദാൻ 90.
ഈ തൊള്ള തുറന്നിക്കണ ഭാഗത്തുള്ള ആളേക്കാണ് ആംഗിൾ. അവിടെ ആംഗിൾ ഇല്ല, അതുകൊണ്ട് ഗ്രേറ്റർ ദാൻ 90 ചെറുത്, അതിനെക്കാട്ടിലും വലുത് ഇവിടെ. അങ്ങനെയാണ് നമ്മൾ ഗ്രേറ്റർ ദാൻ 90 ചിഹ്നിടുക. അപ്പൊ ഇത് ലെസ് ദാൻ 90, ഇവിടെ വലുത് 90 ആണ്, അതിനേക്കാൾ ചെറുതാണ് നമ്മൾ ആംഗിൾ വരിക. പറയാൻ പറ്റുമോ ഗ്രേറ്റർ ദാൻ 90 ആണോ ലെസ് ദാൻ 90 ആണോ? എടാ ഈ ആംഗിളിനെക്കാട്ടിലും വീതി കുറവല്ലേ ഈ ആംഗിള്? ഇങ്ങനെയുള്ളൊരു ആംഗിൾ ഇങ്ങനെ അയക്കല്ലേ, നാരോ അയക്കല്ലേ. സോ അതുകൊണ്ട് തന്നെ ആംഗിൾ കുറഞ്ഞേക്കാണ്. ഇവിടെ 90നേക്കാൾ ചെറിയ ആംഗിളാണ് വരിക. ഇവിടെ എന്താ അടിയിൽ എന്താ സംഭവിച്ചിരിക്കണേ? ഇങ്ങനെ നിൽക്കണോന്റെ കാലുണ്ട് ഈ ഇതിപ്പോ വൈഡൊക്കെ ഇരിക്കണുണ്ടല്ലോ, അതേമാതിരി ആംഗിൾ ഉണ്ട് വലുതായി ആണോ അല്ലേ? സോ ഇവിടെ 90നേക്കാൾ വലിയ ആംഗിൾ ആയിരിക്കും വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇനി വേണമെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം. ഇപ്പോ ഇതൊരു സ്റ്റേഡിയമാണ് എഴുതിക്കോ. ഈ സ്റ്റേഡിയത്തിന്റെ കറക്റ്റ് നല്ല തിരക്കുണ്ട്. അപ്പൊ 90 റുപ്യാണ് ടിക്കറ്റ് എഴുതി. അത് 90 റുപ്യ എടുത്ത് നമുക്ക് ആ സ്റ്റേഡിയത്തിന്റെ ഒരു ബൗണ്ടറിമൊക്കെ നിന്ന് ഇങ്ങനെ ലാസ്റ്റ് ഒക്കെ നിന്ന് കണ്ട് പരിപാടി കാണാം, കളി കാണാം. ഇനി പുറത്ത് 90 റുപ്യേക്കാൾ കുറവാണെങ്കിൽ പുറത്ത് നിൽക്കേണ്ടി വരും. അപ്പൊ 90നേക്കാൾ കുറവാണെങ്കിൽ എവിടെ നിൽക്കണം? പുറത്ത് നിൽക്കണം. ഈ 90നേക്കാൾ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് VIP ടിക്കറ്റ് ഇത് ഉള്ളിലിരിക്കാം, ആണോ അല്ലേ? ഇപ്പം VIP ഉള്ളിലുള്ള VIP 90നേക്കാൾ വലുത്. ഇപ്പം 90 കൂടി ഇല്ലാത്തവന് പുറത്തുനിന്ന് കളി കണ്ടു വരും. ഇവൻ പിന്നെ 90 റുപ്യ കറക്റ്റും ഇല്ല. അപ്പൊ ആൾക്കാരൊക്കെ തിക്കും നിരക്കുകയും ആ വരമ്പ എവിടെയെങ്കിലൊക്കെ നിന്ന് കളി കാണാം. ഈ ഒരു ഐഡിയ ആലോചിച്ചാൽ മതി. സെമി സർക്കിളിന്റെ ഔട്ട്സൈഡ് പുറത്തുള്ള ആംഗിള് 90നേക്കാൾ ചെറുതായിരിക്കും. സെമി സർക്കിളുമുള്ള ആംഗിള് 90 ആയിരിക്കും. സെമി സർക്കിളിന്റെ ഉള്ളിലുള്ള ആംഗിള് 90നേക്കാൾ വലിയ ആംഗിൾ ആയിരിക്കും. സോ ദെൻ അടുത്ത് എന്താ പുറത്ത് അടുത്തത് ലാസ്റ്റ് കൺസെപ്റ്റുകളിലേക്ക് പോവാണ്. അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക് ആണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജം. ഈ ചക്രീയ ചതുർഭുജത്തില് പഠിക്കേണ്ട കാര്യം, ഈ നാൽക്കാലികൾ എടുക്കണം. 4 കാലുള്ള ജന്തുക്കളെ വിളിക്കണ പേരാണ് നാൽക്കാലി. ഇപ്പൊ പശു, പോത്ത്, എരുമ, ഒട്ടകം, ആന, പുലി, കടുവ, പൂച്ച, യൂട്യൂബ് പഠിച്ചു പോകും കുട്ടികളെ കൊണ്ടുട്ടാ. സോ അങ്ങനെയുള്ള 4 കാലുള്ള എല്ലാ ജന്തുക്കളെയും നമുക്ക് എന്താ വിളിക്കാം? നാൽക്കാലി എന്ന് വിളിക്കാം. നമ്മുടെ ഫ്രണ്ട്സിനെ ചിലപ്പോൾ നമ്മൾ നാൽക്കാലി വിളിക്കാൻ പാടില്ല, സ്വഭാവം അനുസരിച്ച് കിട്ടുന്നതാണ് വിളിക്കാൻ വിളി. ഏതോ ആയിക്കോട്ടെ. മാത്തമാറ്റിക്സിലെ നാൽക്കാലികളെ വിളിക്കുന്ന പേരാണ് ക്വാഡ്രിലാറ്ററൽ, ചതുർഭുജം. 4 വശമുള്ള എല്ലാ ഷേപ്പിനെയും നമുക്ക് ചതുർഭുജം എന്ന് വിളിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അറിയുന്ന ഷേപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. സമചതുരം, അതേപോലെ ചതുരം, പിന്നെ ഭേദ, പിന്നെയുണ്ടല്ലോ സാമാന്തരികം, പാരലലോഗ്രാം. പിന്നെ സാമാന്തരികത്തിന്റെ എല്ലാ സൈഡ് ഈക്വൽ ആണെങ്കിൽ തന്നെ നമുക്കതിനെ റോംബസ് എന്ന് വിളിക്കാം, സമഭുജ സാമാന്തരികം. പിന്നെ ട്രപ്പീസിയം, ഐസോസെലസ് ട്രപ്പീസിയം, അങ്ങനെ തുടങ്ങി ട്രപ്പീസിയം, പാരലലോഗ്രാം, സാമാന്തരികം, മറ്റേ ലംബകം, ചതുരം, സമചതുരം. ഇതൊക്കെ 4 വശമുള്ള ആൾക്കാരല്ലേ. ഇവരെല്ലാവരെയും നമുക്ക് കോമൺ ആയിട്ട് വിളിക്കാൻ പറ്റുന്ന പേരാണ് ചതുർഭുജം, ക്വാഡ്രിലാറ്ററൽ. ഇനി പേരറിയാതെ ഞാൻ 4 വശമുള്ള ഒരു ഷേപ്പ് ഇതെങ്ങനെ എടുക്കുക? 4 വശമുള്ള ഷേപ്പ് ഇങ്ങനെ എടുക്കുക. ഇതിനെ കണ്ടിട്ട് ഒരു വികാരവും തോന്നുന്നില്ല, ഇതിനൊന്നും ഒരു പേര് വിളിക്കാൻ തോന്നുന്നില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ഇതിന് 4 സൈഡ് ഉണ്ട്. അപ്പൊ എനിക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഇതിനെ വിളിക്കാൻ പറ്റുന്ന പേരാണ് ചതുർഭുജം അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ. ഇനി ചക്രീയ ചതുർഭുജം എന്താന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഈ ഉള്ളിലുള്ള ഷേപ്പ് ഉണ്ട്, ഇതിന് പ്രത്യേകം ചതുരെന്നോ സമയതുരെന്നോ അങ്ങനെയൊന്നും വിളിക്കാനില്ല. ഒരു 4 വശമുള്ള ഒരു ഷേപ്പ്, അതിനെ വിളിക്കുന്ന പേരാണ് ചതുർഭുജം, ക്വാഡ്രിലാറ്ററൽ, ചതുർഭുജം. ഈ ചതുർഭുജത്തിന് 4 വെർട്ടെക്സുകളും സർക്കിളും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കും, ഇതിന് കുറച്ചുകൂടി റിച്ച് പേരിടാം. ഇതിനെ വിളിക്കുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം. അപ്പൊ ചക്രീയ ചതുർഭുജം എന്താ? ഒരു ചതുർഭുജത്തിന്റെ, ഒരു ക്വാഡ്രിലാറ്ററൽ 4 വശമുള്ള ഒരു ഷേപ്പിന്റെ 4 മൂലകളും സർക്കിളും വേണമെങ്കിൽ അതിനെ വിളിക്കാൻ പറ്റുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ, ഇനിയാണ് വലിയ വലിയ കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ. ഇതിലൊരൊറ്റ പോയിന്റ് ശ്രദ്ധിച്ചാൽ മതി. ഈ പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത്, നെറ്റരുതേ. ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവില്ലേ, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. പിന്നെ എല്ലാവർക്കും അറിയണല്ലേ, 4 ആംഗിളും കൂടി കൂട്ടിയാൽ 180 ആണ് കിട്ടുക. 4 ആംഗിളും കൂടി കൂട്ടിയാൽ 180 അല്ല, സോറി 360 ആണ് കിട്ടുക. 4 സൈഡിലുള്ള എല്ലാ ഷേപ്പിനും എല്ലാ ആംഗിളും കൂടി കൂട്ടിയാൽ എത്ര കിട്ടുക? 360 ആണ് കിട്ടുക. മറക്കൂലല്ലോ, ഇതറിയാം. ഇവിടുത്തെ ആംഗിളും ഇല്ലേ, അത് രണ്ടും സപ്ലിമെന്ററി ആണ്, അനുപൂരകമാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഇത് രണ്ടും കൂട്ടി എത്ര കിട്ടണം? 180 കിട്ടണം. എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പൊ അടുത്ത്, അപ്പൊ ഈ 2 ആംഗിളോ സാറേ, ഈ ആംഗിളും ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിളും കൂട്ടിയാലും എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഈ 2 ആംഗിൾ കൂട്ടിയാൽ 180, ഈ 2 ആംഗിൾ കൂട്ടിയാൽ 180 ടോട്ടൽ 360. ഇതാണ് അതിന്റെ കണ്ടീഷൻ. ക്വസ്റ്റ്യൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ചതുർഭുജത്തിന്റെ നോക്കിയോ, ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആർ സപ്ലിമെന്ററി. ചക്രീയ ചതുർഭുജത്തിന്റെ എതിർക്കോണുകൾ അനുപൂരകമാണ്. അനുപൂരകം സപ്ലിമെന്ററി ആംഗിൾ എന്താന്ന് ഞാൻ പറഞ്ഞു.
രണ്ടാൾ ബിരിയാണി തിന്നാൻ പോയി 150 രൂപ ബില്ലായി, ഒരാൾ എത്ര രൂപ കൊടുത്തോ മറ്റാൾ എത്ര രൂപ കൊടുക്കണം, ആലോചിച്ചാൽ മതി. രണ്ടും കൂടി കൂട്ടിയാൽ 150 കിട്ടണം. അതാണ് അവിടെ കണ്ടീഷൻ. രണ്ടാൾ ഈക്വൽ ആയിട്ട് ഇടണമെന്നൊന്നുമില്ല. അപ്പോൾ രണ്ട് ആംഗിൾ കൂട്ടി 150 കിട്ടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അനുപൂരക കോണുകൾ അല്ലെങ്കിൽ സപ്ലിമെന്ററി ആംഗിൾസ്. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. ഇത് രണ്ടും കൂട്ടി 150 കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ഇത് രണ്ടും കൂട്ടി 150 കിട്ടുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണേ, ചോദ്യം കേട്ട് നെട്ടരുതേ. ചോദ്യം, ഒരാംഗിൾ 100 മറ്റേ ആംഗിൾ എത്രയായിരിക്കും? ഒരാംഗിൾ 100 മറ്റേ ആംഗിൾ എത്രയായിരിക്കും? രണ്ട് ആംഗിൾ കൂട്ടിയാൽ 150 കിട്ടണം. ഒരാംഗിൾ 100 ആണെങ്കിൽ മറ്റേ ആംഗിൾ എത്രയായിരിക്കും? 80. വെരി ഗുഡ്. ടുട്ടുവിന് വരെ അറിയാം, എന്നിട്ട് നിങ്ങൾക്ക് അറിയില്ല പറഞ്ഞാല് മോശം ഉണ്ടോ? സുധൻ, ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ 80. കാരണം ഇത് രണ്ടും കൂട്ടിയാൽ 150 കിട്ടണ്ടേ. ഇനി ഇത് രണ്ടും കൂട്ടിയാൽ 150 കിട്ടും. ഇത് എത്രയെന്ന് കാണാനുള്ള ഐഡിയ എന്താ വെച്ചാൽ 180 നിന്ന് ആ 100 കുറച്ചാൽ മതി, അപ്പൊ 80 കിട്ടും. ഇതാണ് കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ മക്കളോട് എല്ലാവരോടും എന്റെ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണേ. ഇതിൽ തന്നെ കൺസെപ്റ്റുകൾ ക്ലിയർ ആക്കി തരികയാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. അടുത്തത്, ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 180 എക്സ് കുറച്ചാ പോരെ? 180 മൈനസ് എക്സ്, ഇത് രണ്ടും കൂട്ടിയ 180 ആണെന്ന് തെളിയിച്ചായിരുന്നോ? ഇതാ ഒരാംഗിൾ എക്സ്, മറ്റേ ആംഗിൾ 180 മൈനസ് എക്സ്. എടാ എക്സും മൈനസ് എക്സും വെട്ടിപ്പോയില്ലേ? ബാക്കി എത്രയാണ് അവിടെ ഉള്ളത്? 180 ഡിഗ്രി അല്ലേ ഉള്ളത്? ആണോ അല്ലേ? സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, ഇത് വൈ ആണെങ്കിൽ മക്കൾക്ക് ആർക്കെങ്കിലും പറയാൻ അതിന്റെ ഓപ്പോസിറ്റ് എത്രയാണെന്നുള്ളത്? 180 മൈനസ് വൈ ആണെന്ന് മനസ്സിൽ കിട്ടിയ ആൾക്കാരൊക്കെ ഇതിനൊരു ലൈക്കും ഒരു കമന്റ് ഇട്ടോളിയും. നിങ്ങൾ അടിപൊളിയാണ് മക്കളെ, നിങ്ങൾ സൂപ്പറാണ് മക്കളെ, നിങ്ങൾ കമന്റ് ഇട്ടോളി. എല്ലാത്തിനും ഞാൻ റിപ്ലൈ വരും. നിങ്ങൾ ആൻസറുകളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് കമന്റ് ഇടുക. നമുക്ക് മാക്സിമം വോയിസ് ആയിട്ട് തന്നെ അതിന്റെ ഡൗട്ട്സ് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തി തരാം, ശരിയാണെങ്കിൽ അപ്രിഷിയേറ്റ് ചെയ്യാം. സോ നോക്കിക്കോളി, ഇത് രണ്ടും കൂട്ടി 180 കിട്ടും തെളിയിച്ചായിരുന്നോ? വൈ പ്ലസ് 180 മൈനസ് വൈ, അതാ വെട്ടുന്നു. വൈനെയും മൈനസ് വൈനെയും വെട്ടുന്നു. ആണോ അല്ലേ? വൈ കൂട്ടി എന്നിട്ട് വൈ കുറച്ചു. എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഞാനൊരു 500 രൂപ തന്നു, എന്നിട്ട് 500 രൂപ കുറച്ചേരം കഴിഞ്ഞിട്ട് കജ്ജ് തന്നെ വാങ്ങി. എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്ക് 500 രൂപ കൊണ്ട് ഉണ്ടായോ? ഇല്ല. എന്തെങ്കിലും ലാഭമുണ്ടോ? ഇല്ല. നഷ്ടമുണ്ടോ? ഇല്ല. സോ അത് വെട്ടിപ്പോവും. അതേപോലെയാണ് വൈ തന്നു വൈ പോയി, വൈ വന്നു വൈ പോയി. ഓക്കെ ആണല്ലോ? സോ ദെൻ ബാക്കിയുള്ള 180 ഡിഗ്രി പെർഫെക്റ്റ്. ദാറ്റ്സ് എനഫ്. ഇനി ഇത്രയും പോയിന്റുകളാണ് പഠിക്കാനുള്ളത്. ഇനി ഞാനൊരു കാര്യം മക്കളോട് പറയാണ്. ഇവിടെയുള്ള ആംഗിളും കൂടി കൂട്ടിയാൽ 180 കിട്ടണം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ ആംഗിളും കൂട്ടിയാൽ 180 കിട്ടണം. അതേപോലെ തന്നെ ഇത് രണ്ടും കൂട്ടിയാൽ 180 കിട്ടണം, അറിയാം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരാംഗിൾ ഇതാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയല്ലേ ആംഗിൾ വരല്? ആണോ അല്ലേ? സർക്കിൾ മെന്നെ വരില്ല. അപ്പൊ ഇത് രണ്ടും കൂട്ടി 180 ആണ്, എല്ലാവർക്കും അറിയാം. എന്റെ ചോദ്യം അതല്ല, ഒരാംഗിൾ സർക്കിളിന്റെ പുറത്തു പോയി. ഞാൻ പറഞ്ഞിട്ട് ആംഗിൾ പുറത്തു പോകുമ്പോ ആംഗിൾ കുറച്ചുകൂടി നാരോ അല്ലേ? ഇങ്ങനെയുള്ള ആംഗിൾ കുറച്ചുകൂടി ഇങ്ങനെ കൂടൂലേ? നാരോ ആംഗിൾ കുറയല്ലേ ചെയ്യാ? അപ്പൊ ഇവിടെ ആംഗിൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ഉണ്ടാവോ? ഇല്ല. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ലെസ് ദാൻ 180 ഉണ്ടാവുള്ളൂ. 180നേക്കാൾ ചെറിയൊരു ആൻസർ കാര്യം കിട്ടുക. ഒരു ആംഗിൾ പുറത്തു പോയാൽ ഓപ്പോസിറ്റ് രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടൂല. ആ പുറത്തുപോയ ആംഗിൾ ഒന്നും കൂടി ചെറുതാവും. ആണോ അല്ലേ? ചെറുതായി കഴിഞ്ഞാൽ ആംഗിൾ കുറയും. രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടൂല മക്കളെ. ഓക്കെ ആണോ? എന്നാ അങ്ങനെയാണെങ്കിൽ ഒരാംഗിൾ ഉള്ളിലേക്ക് വന്നു. ഇവൻ VIP ആ. ഇവൻ ഇവിടെ ഉള്ള ആംഗിൾ, ഇവിടെ ഉണ്ടാവേണ്ടിയ ആംഗിളിനെക്കാട്ടില്ല, അയ്യോ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവേണ്ടിനി, അതിനെക്കാട്ടിലും വലിയ വളവൻ അപ്പനെ. അയ്യോ ഇതൊക്കെ എന്തായിക്കണേ. ഈ രണ്ട് ആംഗിൾ കൂട്ടിയാൽ 180 ഇനി. പക്ഷെ ആ ചങ്ങായി ഉള്ളിൽ കയറണമെങ്കിൽ VIP ആ. 180 പോലെ രണ്ടാളും കൂടി കൂട്ടിയാ 180നേക്കാൾ വലുതേക്കാരം. മോർ ദാൻ 180. കാരണം എന്താ? ഇത് രണ്ടും കൂട്ടിയ 180 ആണ്. ഒരാംഗിൾ ഉള്ളിക്ക് വന്നാൽ അതെന്താവും? ഇങ്ങനെയുള്ള ആംഗിൾ കുറച്ചുകൂടി ഉള്ളിക്ക് വന്നാൽ അത് ഒന്നുകൂടി വലുതാവും. ഈ ഗ്യാപ്പാ നോക്കണ്ട കേട്ടോ. ആ ആംഗിൾ കുറച്ചുകൂടി വലുതാവും. അപ്പൊ രണ്ടും കൂടി കൂട്ടിയ 180നേക്കാൾ വലുതായിരിക്കും. ഈ 3 പോയിന്റുകൾ പഠിച്ചു വെച്ചോണ്ടിട്ടാ, തലയിൽ ഉണ്ടാവണേ. പിന്നെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുക? ഇത് 3x ആണ്, ഇത് 3x ആണ്, ഇത് 2x ആണ്, ഇത് 2x ആണ്, ഇത് 5y ആണ്, ആൻഡ് ഇത് y ആണ്. ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി, ആംഗിൾ ഡി. ഞാൻ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് അറിയാൻ നോക്കാനൊരു ചോദ്യം മക്കളെ. ആംഗിൾ എയും ആംഗിൾ സിയും കൂടി കൂട്ടിയാൽ എത്രയായിരിക്കും വരിക? ഇതല്ലേ ആംഗിൾ എ, ഇതല്ലേ ആംഗിൾ സി. ഇത് രണ്ടും കൂട്ടിയാൽ 180 ഡിഗ്രി അല്ലേ വരിക? ആണോ അല്ലേ? കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ 180. ആംഗിൾ എ 3x ആണ്, ആംഗിൾ സി 2x ആണ്. 3xും 2xും കൂട്ടിയ എത്ര? 3xും 2xും കൂട്ടിയ എത്ര? പറഞ്ഞോ. 3xും 2xും കൂടിയ ടോട്ടൽ എത്ര x ആയി?
യെസ്, 5x 5x ഇസ് ഈക്വൽ ടു 180. 5 അങ്ങോട്ട് പോലെ 5x 5 ഇൻറ്റു എക്സ് അല്ലേ, ഗുണിക്കണം 5 അങ്ങോട്ട് പോയാൽ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ 5 ആവൂലേ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ട്രിക്ക് ഒക്കെ ഉണ്ട്. 180ന്റെ ഡബിൾ എടുക്കുക 360, എന്നൊരു പൂജ്യമൊക്കെ വെട്ടിയാൽ മതി. അതൊന്നും ഞാൻ പറയാനില്ല. ഞാൻ മാത്സിൽ ഫസ്റ്റ് എടുക്കുന്ന ക്ലാസ് 120 ക്ലാസ് എടുക്കണം. ഇതിൽ ഫസ്റ്റ് എടുക്കുന്ന ക്ലാസ് മാജിക്കൽ 5 പറഞ്ഞുള്ള ക്ലാസ്സാണ്. അതിലുണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനും ഗുണിക്കാനൊക്കെ ഉള്ള ട്രിക്ക്. വേണമെങ്കിൽ കണ്ടുകൊണ്ട് നല്ല ഉപകാരപ്പെടും. നല്ല രസമുള്ള ക്ലാസ് ആണോ ചോദിച്ചാൽ പറയുന്ന കൺസെപ്റ്റ് രസമുണ്ട്, ഞാൻ പറയുന്ന ആള് രസമുണ്ടെങ്കിൽ അത് രസം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കേട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട നോക്കുക. എന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. സോ ഒരു 6 മാസം മുമ്പുള്ള ക്ലാസ് ആണ് തോന്നുന്നു. സോ ഏതായാലും നോക്കിക്കോളി. ഇനി അങ്ങനെയാണെങ്കിൽ മക്കളെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, ഈ ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂടി കൂട്ടിയ എത്രയായിരിക്കും? ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂടി കൂട്ടിയ അതും 180 അല്ലേ വരിക? ആണോ അല്ലേ? ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂടി കൂട്ടിയ 180 അല്ലേ വരിക? ആണോ അല്ലേ? ആംഗിൾ ബി എത്ര? 5y. ആംഗിൾ ഡി എത്ര? 1y. വെറും y ആണ്. ആരും എന്തെങ്കിലും പടച്ചോണ്ട് വരേണ്ടത്. അത് 1y ആ. 180. 5yയും 1yയും കൂട്ടി എത്ര y? 6y അല്ലേ? 6y is equal to 180. അപ്പൊ y എന്തായിരിക്കും? 180 ഡിവൈഡഡ് ബൈ 6 ദാറ്റ് ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് വരും. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? എക്സ് കിട്ടി മക്കളെ 36, y കിട്ടി മക്കളെ 30. ഇത്ര മതി. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ഓരോ ആംഗിളും കണ്ടുപിടിക്കണം. ആംഗിൾ എ പറയാൻ പറ്റും ആർക്കെങ്കിലും? ആംഗിൾ എ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ മതി, 3x അല്ലേ. അപ്പൊ എന്ത് വരും? 3 ഇൻറ്റു എക്സ് എത്ര? 36. എക്സ് ഇവിടെ ഉണ്ട് കേട്ടോ. 3 36 108 ഡിഗ്രി ആയിരിക്കും ഇവിടെ വരിക. ഇവിടെ 108 വേണമെങ്കിൽ നോക്കിക്കോ. ഇവിടുത്തെ ആംഗിൾ 108. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എത്ര ആയിരിക്കും? ആംഗിൾ സി. അത് 2x അല്ലേ? നോക്കി നോക്കിട്ടാ. 2 ഇൻറ്റു എക്സ് എത്ര? 36. 2 ഇൻറ്റു 36 എത്ര വരും? 72 ഡിഗ്രി. ഇതേപോലെ തന്നെ ആംഗിൾ ബി എന്താ? 5y അല്ലേ? 5 ഇൻറ്റു y എത്ര? 36 അല്ല 30 ആണ്. y ഇതവിടെ. സോ 5 ഇൻറ്റു 30 150. ആംഗിൾ ഡി എത്ര? y. പിന്നെ ആലോചിച്ചാൽ മതി, ഇത് 150 ആണെങ്കിൽ ഇത് 30 അല്ലേ വരിക? രണ്ടും കൂടി കൂട്ടിയാൽ 150 കിട്ടണ്ടേ? അങ്ങനെ ഒരു ഐഡിയയും കൂടി ആലോചിച്ചാൽ മതി. സോ y എന്നാണ് ആംഗിൾ ഡി. നോക്കി നോക്കട്ടെ, ചിത്രത്തിൽ നോക്കി നോക്കുക. സോ y എന്ന് പറഞ്ഞാൽ 30. അത്രേ ഉള്ളൂ. സോ ആംഗിൾസ് ഒക്കെ കിട്ടിയെന്ന് പ്രതീക്ഷിക്കണം. ഓരോ ആംഗിളും വളരെ സിമ്പിൾ ആയിട്ടാണ് കിട്ടിയത്. നിങ്ങൾക്കൊക്കെ ചെയ്യാം. സോ ഇനിയിപ്പോ എന്താ, ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ കിട്ടണം എന്നുള്ളതാണ് മെയിൻ. ഇനി ഇതേപോലെ തന്നെ പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ. എടുത്തിട്ട് ഫുൾ സ്ക്രീൻ അയച്ചിട്ട് മറ്റേ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇനി കേട്ടോ ഇനി ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്, പറഞ്ഞ് പഠിപ്പിച്ചു തരികയാണ്. ശ്രദ്ധിച്ചു കേട്ടോ. ഇതും ഈ ഒരു പ്രത്യേകതയും കൂടി സൈക്ലിക് ക്വാഡ്രിലാറ്ററലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണം. ഞാൻ ഈ ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. ഞാൻ കാര്യം പറയട്ടെ. ഞാൻ ഇവിടെ ഞാൻ പറയാണ് 80 ഡിഗ്രിയാണ്. അപ്പൊ ഇത് എത്ര ഇരിക്കും അറിയോ? ഇതൊരു ലൈൻ അല്ലേ? ഒരു ലൈനുമുള്ള ഒരു ലൈനുമത്തെ ആംഗിൾ എത്ര ഡിഗ്രി കയറുന്നറിയോ? 180 ഡിഗ്രി ആയിരിക്കും. ഒരു ലൈന് നേരെയല്ലേ? അപ്പൊ ഒരു ലൈനുമ 2 ആംഗിൾ വരച്ചു. ഒരു ലൈനുമതാ 2 ആംഗിൾ വരച്ചു. ഈ 2 ആംഗിൾ കൂട്ടി എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പൊ ഇത് 80 ആണെങ്കിൽ ഇവിടെ ഇപ്പുറത്തെ ആംഗിൾ എത്ര ആയിരിക്കും? 100 ആണോ അല്ലേ? ഇത് രണ്ടും കൂടി കൂട്ടിയ 180 കിട്ടണം. ഇതിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ പെയർ, രേഖീയ ജോഡി. 7ാം ക്ലാസ് മുതൽ പഠിക്കണ കാര്യം, രേഖീയ ജോഡി. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര എന്ന് പറയാൻ പറ്റുമോ? പിന്നെ നിങ്ങൾക്ക് അറിയാം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് കൂട്ടിയ 180 കിട്ടണം. ഇത് 100 ആണെങ്കിൽ ഇത് 80. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ല, ഇവിടെ ഉള്ളിലുള്ള ആംഗിളും അതിന്റെ ഓപ്പോസിറ്റ് പുറത്തുള്ള ആംഗിളും സെയിം ആണ്. ആണോ അല്ലേ? എന്തുകൊണ്ട്? ഇവിടെ ലീനിയർ പെയർ ആണ്, ഇവിടെ പിന്നെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് ആണ്. ഇത് വെച്ച് എപ്പോൾ ചെയ്താലും ഇങ്ങനെയാണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എനിവൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ശരിയാണോ എന്നുള്ളത്. ഇപ്പൊ ഞാൻ പറയാണ് ഇത് 35 അല്ലെ 55 ഡിഗ്രിയാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റും ഇത് എത്ര കാര്യം എന്നുള്ളത്? ഇത് രണ്ടും കൂടി കൂട്ടിയ 180 ഇട്ടുണ്ട്. അപ്പൊ ആംഗിൾ കിട്ടണമെങ്കിൽ 180ൽ നിന്ന് 55 കുറച്ചാൽ മതി. അപ്പൊ യു വിൽ ഗെറ്റ് 125. അപ്പൊ ഇത് എത്രയായിരിക്കും? ഇത് വീണ്ടും 55 ആയിരിക്കും. ഇനി ഞാൻ ഇവിടെ ഒരു ആംഗിൾ വരച്ചാൽ അത് വീണ്ടും 125 ഒക്കെ ആയിരിക്കും. അഥവാ ഒരു ആംഗിളും അതിന്റെ ഓപ്പോസിറ്റ് പുറത്തുള്ള ആംഗിൾ സെയിം ആയിരിക്കും. ഒരു ആംഗിൾ അതിന്റെ ഓപ്പോസിറ്റ് പുറത്തുള്ള ആംഗിൾ ഇത് സെയിം ആയിരിക്കും, എപ്പോഴും സെയിം ആയിരിക്കും. ഇത് തലയിൽ ഉണ്ടായിക്കോട്ടെ കേട്ടോ. സോ ഈ ഒരു കാര്യം കൂടി പറഞ്ഞതിന് ശേഷം ഞാൻ എന്തായിട്ടാണ് അടുത്ത ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻസ് ആണ്. ഇനി എക്സാമിന് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്താൽ നമുക്ക് തീർന്നു. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്റർ ഉള്ളത്. ഇനി ഇതിലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായിട്ടാം ഞാനൊരു പാർട്ട് 2 ആയിട്ട് ഇടാം. ഓക്കെ ആണല്ലോ? പാർട്ട് 1 എന്തായാലും ഞാൻ ഇത് ഷൂട്ട് ചെയ്ത് വെക്കാം. പാർട്ട് 2ന്റെ ഇൻട്രോ ഞാൻ പറയട്ടെ. ചിലപ്പോൾ ഞാൻ കട്ട് ചെയ്യാതെ ചെയ്തോ. പാർട്ട് 1ന്റെ ഇൻട്രോ ഓൾറെഡി 1 2 3 സ്റ്റാർട്ട്. ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു മാത്സ്. അപ്പോൾ വൃത്തങ്ങളുടെ
വൃത്തങ്ങൾ എന്ന ചാപ്റ്റർ SLC മാത്തമാറ്റിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് വൃത്തങ്ങൾ. അയ്യോ, ഇൻട്രോ ഓൾറെഡി 1 2 3 സ്റ്റാർട്ട്. നോ പ്രോബ്ലം, ഇത് തന്നെ പോ. ഓൾറെഡി 1 2 3 സ്റ്റാർട്ട്. ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു മാത്സ്ഡോ. ഇന്നത്തെ ക്ലാസ്സിൽ SSLC മാത്തമാറ്റിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും. ഈ ചാപ്റ്ററിന്റെ രണ്ട് കാര്യങ്ങൾ, അഥവാ ഈ ചാപ്റ്ററിന്റെ കൺസെപ്റ്റുകൾ മൊത്തം ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാ, കണ്ടന്റ് പറഞ്ഞതാ, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ. ഇനിയുള്ളത് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഓരോ ഐഡിയാസ് പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ പാർട്ട് 2 നമ്മൾ ചെയ്യാൻ പോണത് ക്വസ്റ്റ്യൻസ് ആണ്.